പൊന്നാനി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ തൃത്താല മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. രാവിലെ പരദൂരിൽ നിന്നുമാണ് പര്യടനം തുടങ്ങിയത്. പൊന്നാനി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ ചൊവ്വാഴ്ച രാവിലെ മുതൽ തൃത്താല മണ്ഡലത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. രാവിലെ പരദൂർ പഞ്ചായത്തിലെ നാടവർമ്മിൽ നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത്. പരദൂർ പഞ്ചായത്തിലെ കരുവാൻപടി, കരിയന്നൂർ, തെക്കേക്കുന്ന്, ചിറങ്കര, കൊടുമുണ്ട എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. വിവിധ സ്വീകരണ യോഗങ്ങളിൽ സ്ഥാനാർത്ഥി പങ്കെടുത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉറച്ച തീരുമാനമായി മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ 5 ആണ്ടുകളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അരങ്ങേറിയത് നേരത്തെ പ്രസംഗിക്കുന്നത് കേട്ടു. അത്രമാത്രം കരിനിയമങ്ങളാണ് 5 കൊല്ലത്തിന് ഒന്നിക്ക് പിന്നാലെ ചുട്ടെടുത്തത്. ഒക്കെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അടിക്കാനും വർഗീയ കലാപങ്ങളുണ്ടാക്കാൻ, ജാതി സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല. ആ കരിനിയമങ്ങളൊക്കെ പാസ്സാക്കി എടുക്കുമ്പോൾ ഇവിടുന്ന് ജയിച്ചു പോയ MP-മാരെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. അതിന് ഉത്തരം നൽകാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അവർക്കാവില്ല. കാരണം അത്രമാത്രം ചതിയാണ് വോട്ട് ചെയ്ത ജനതയോട് അവർ ചെയ്തത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയി നേരെ ബോംബെയിലിരുന്നു. അവിടെ അങ്ങോട്ട് പോയി വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞു. മുത്തലാഖ് ബില്ല് വോട്ടിനിട്ടപ്പോൾ തലേ ദിവസം ഇങ്ങോട്ട് വന്നു കല്യാണത്തിന്, അല്ലേ? NIA ബില്ല് വോട്ട് ചെയ്യാൻ സമയത്ത് എതിർത്ത് വോട്ട് ചെയ്യേണ്ട സമയം എന്ത് ചെയ്തോ? നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിലേക്ക് നോക്കി ഓരോന്നായി ഇറങ്ങിപ്പോയി. പേടിയാണ്. മാരിഫിന്റെ വോട്ട് മാത്രമേ എതിര് വന്നു. ആലപ്പുഴ MP, അല്ലേ? അങ്ങനെയാണ് 14 ഇൻസിഡന്റില് കേരളത്തിന്റെ ഈ സാംസ്കാരിക തനിമയെ BJPയുടെ സംഘപരിവാര ഗവൺമെന്റിന്റെ പാതാളബന്ധങ്ങളെ കൊണ്ട് പണയപ്പെടുത്തിയ MP-മാരായിരുന്നു കേരളത്തിന് പോയ 19 MP-മാരും. ഈ തിരിച്ചറിവാണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് ജനകീയ കോടതിയിൽ വിധിക്ക് ഉത്തരം നൽകാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല തന്നെ. അതുകൊണ്ട് ഇനിയും വഞ്ചിതരായിക്കൂടാ എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ഒരു മാറ്റത്തിന്റെ പൊതുയുഗപ്പിറവിയുടെ കാഹളം മുഴക്കുന്ന ഈ 26-ാം ദിന തെരഞ്ഞെടുപ്പിന് മുന്നണി പോരാളികളാവണമേ, അതിന്റെ സന്ദേശവാഹകരാവണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ചാലകശക്തിയായി തീരണമേ എന്ന് നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തുടർന്ന് തൃത്താല, പട്ടിത്തറ, നാഗശ്ശേരി പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. തിരുവനന്തപുരം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നു. നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പര്യടനത്തിന് ശേഷം ആനക്കരയിലായിരുന്നു സമാപനം. വിവിധ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.